ഹലോ, വെൽക്കം ബാക്ക് ടു സുൽഫീസ് ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വളയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ്ട് നല്ല ഭംഗിയുള്ളൊരു വള. ഇത് എനിക്ക് ഒറിജിനൽ ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് ഒരാൾ വാങ്ങിയത് തന്നതാണ്. അപ്പോൾ ഞാൻ ആ മോഡൽ തന്നെ ഒരു വള ഉണ്ടാക്കാൻ നോക്കുവാണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഏകദേശം ആ ലുക്കൊക്കെ ആക്കി നമുക്കെടുക്കാം. അപ്പോൾ അതാണ്ട് അതിനൊരു വീതി കുറഞ്ഞൊരു ബാങ്കിൾ ഫ്രെയിം, പിന്നെ അതാണ്ട് നമ്മുടെ OHP ഷീറ്റ്, അത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. കണ്ടല്ലോ. അപ്പോൾ അതാണ്ട് ഇനി നമ്മുടെ സ്റ്റോൺ ചെയിൻ നമുക്ക് വേണം. അപ്പോൾ അത് സ്റ്റോൺ ചെയിൻ ഒരു പീസ് എടുത്തിട്ട് അതിൽ 3 സ്റ്റോൺ വരുന്ന രീതിയിലൊരു പീസ് കട്ട് ചെയ്യുക. കണ്ടല്ലോ. ഇനി 2 പീസ് 2 സ്റ്റോൺ വരുന്ന രീതിയിലും കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ. 3 സ്റ്റോണും 2 സ്റ്റോണും വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് നമുക്കിനി ഇതൊരു ഫ്ലവർ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മുടെ OHP ഷീറ്റിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആദ്യം സെൻറ്ററിൽ ആ 3 സ്റ്റോൺ വരുന്നത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാണ്ട് നമ്മൾ സ്റ്റോൺ പിക്കറിട്ടാണ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇച്ചിരി കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതാണ്ട് സെൻറ്ററിൽ 3 സ്റ്റോൺ വരുന്നതും 2 സൈഡിൽ 2 സ്റ്റോൺ വരുന്നതും കണ്ടല്ലോ. ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പായില്ലേ. ബാക്കിലൊക്കെ ഗ്ലൂ ഉള്ളത് കൊണ്ടാണ് ഇച്ചിരി പെർഫെക്റ്റ് ആയിട്ട് തോന്നാത്തത്. അപ്പം നമുക്കിനി ബാക്കിയും കൂടെ അതുപോലെ കുറച്ച് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്തത് ഓരോന്നായിട്ട് ഓരോ ഫ്ലവറായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു വള കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്ലവർ ചെയ്തെടുക്കണം. കുറച്ച് മെനക്കെട്ടാലും നല്ല ഭംഗിയുള്ള ഒരു വള നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പം ഇതുപോലുള്ള വളയൊക്കെ നമ്മൾ ഷോപ്പിലൊക്കെ കാണുമ്പോഴത്തേനും ഒരുപാട് ഇഷ്ടപ്പെട്ടാലും പലപ്പോഴും നമുക്ക് മേടിക്കാൻ പറ്റാറില്ല. കാരണം വില ഭയങ്കര വിലയായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഫ്രെയിമും കുറച്ച് സ്റ്റോൺ ചെയിനും ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും കാണാൻ ഭംഗി തന്നെയാണ്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ചെയ്തിടുമ്പോൾ എത്ര കൊള്ളത്തില്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതിൻ്റെ ഒരു ഭംഗി അതിന് കാണും. അപ്പോൾ അതാണ്ട് നമ്മൾ കുറേയൊക്കെ ചെയ്തെടുത്തു. ഇനിയും വേണം നമുക്കത്. അപ്പോൾ ബാക്കിയുള്ളതുകൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇച്ചിരി സമയമെടുത്ത് ചെയ്യേണ്ട പണിയാണ്. പക്ഷേ ചെയ്തെടുത്ത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിൻ്റെ ഭംഗി കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്കും സന്തോഷമാകും. ജസ്റ്റ് പുറത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മക്കൾക്കാണേലും നമുക്കാണേലും ഉണ്ടാക്കിയിടാമല്ലോ. അപ്പം നമുക്കിനി ഒട്ടിച്ചെടുത്തത് ഓരോ പീസ് കട്ട് ചെയ്ത് അത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഇത് ഏകദേശം ഒരു 10-28 പീസോളം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിമ്മർ യൂസ് ചെയ്തിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം, ഫ്ലവർ ഷേപ്പിൽ. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് ഇച്ചിരിയൊക്കെ വൃത്തി കുറവ് കാണും. എന്നാലും ചെയ്ത് ഇത്രയും വെട്ടിയെടുക്കണ്ടേ, അപ്പോഴത്തേന് റെഡിയാകുന്നുണ്ട്. നമ്മൾ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയത്തില്ല. ഫ്ലവറിൻ്റെ ഷേപ്പ് ക്ലിയർ ആണോ കാണുന്നതെന്ന് അറിയത്തില്ല. എന്നാലും നല്ല ഷേപ്പായിട്ട് നന്നായിട്ട് ഒട്ടിയിട്ടേ കട്ട് ചെയ്യാൻ ശ്രമിക്കാമല്ലോ, അല്ലെങ്കിൽ ഇളകി ഷേപ്പ് മാറി പോകും. നമ്മൾ ഏകദേശം കട്ട് ചെയ്തു. ഇനി ബാക്കിയും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മളപ്പം എത്രയും എണ്ണവും കട്ട് ചെയ്തു. നമുക്ക് എണ്ണം എത്ര വേണമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഒരു ഐഡിയയ്ക്ക് അങ്ങ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഓരോ പീസായിട്ട് നമ്മുടെ വളയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു ഈ വളയിൽ ഒട്ടി നിൽക്കുമോയെന്ന്. പക്ഷേ എൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് സെറ്റായിട്ട് ഒട്ടിക്കിട്ടും. കണ്ടല്ലോ. നമ്മളപ്പോൾ ഒരു സ്റ്റോൺ ഒട്ടിച്ചു. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ഇത് സിംഗിൾ സ്റ്റോൺ വെച്ചിട്ടും ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ വള. അപ്പോൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഫുള്ള് വെച്ചില്ലേലും അത് ഒരു 2-3 സെറ്റ് വെച്ചാലും ഒക്കെ നല്ല രസമാണ് കാണാൻ. അപ്പം വൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ട് ഒന്നുകൂടെ തിളങ്ങി നിൽക്കും. നല്ല ഭംഗിയുള്ള വള. ഇങ്ങനെ വേണേലും നമുക്കിടാം. അപ്പം 2 വള ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, 2 സൈസിൽ. അപ്പോൾ ഒരെണ്ണം ഓൾറെഡി നമ്മുടെ അടുക്കൽ ഫുൾ സ്റ്റോൺ വെച്ചതുണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണം ആ മോഡലും ഒരെണ്ണം വേറൊരു മോഡലുമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് പെർഫെക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലും അവിടെ ഇവിടെയൊക്കെ ഗ്ലൂ ആയിട്ട് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറ്റിപ്പിടിക്കും. നമ്മുടെ കയ്യിലെല്ലാം അതിൻ്റെ വൃത്തികേട് കാണാനുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ചെയ്യുന്നു അതുപോലെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുവാണ്. അപ്പം നമ്മൾ ഒരു വള പകുതി സെറ്റ് ചെയ്തിട്ട് മറ്റേ വള അതിൽ ഞാൻ ഫുൾ കവർ ചെയ്ത് വെക്കുന്നില്ല. സെൻറ്ററിൽ മാത്രം ഒരു 2-3-4 സ്റ്റോണിൻ്റെ ഫ്ലവർ വെച്ച് സെറ്റ് ചെയ്യത്തേ ഉള്ളൂ. അത് നമുക്ക് സിംഗിളായിട്ട് ഒരു കൈ മാത്രം ഇട്ടുകൊണ്ട് പോകാൻ, സിമ്പിളായിട്ട് ഇടാനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ
മറ്റേ വള ഫുൾ കവർ ചെയ്യുവാണ്. അപ്പോൾ ഓരോന്ന് ഒട്ടിച്ചെടുക്കുക. ഒട്ടാൻ ഇച്ചിരി ലേറ്റ് ആകുമെങ്കിലും ഞാൻ ഇത് ഒട്ടിച്ചിട്ട് ഒരു ദിവസം ഫുള്ള് വെച്ചിരുന്നു. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഈ വള ഒട്ടിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് അത് ഒട്ടിച്ച ദിവസം തന്നെ ഞാൻ ഇട്ട് നോക്കിയപ്പം ഇടാൻ സിമ്പിളാണ്, ഊരാൻ നേരം നമ്മുടെ ഈ സ്റ്റോണെല്ലാം ഇളകി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് അതെടുത്തത്. അപ്പം സെറ്റായിട്ട് ഒട്ടിയിരുന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒറിജിനൽ ഞാൻ കാണിച്ച മോഡലിൻ്റെ വളയ്ക്ക് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഇത് വെയ്റ്റ്ലെസ് ആണ്. നമ്മുടെ ഈ സ്റ്റോണിൻ്റെ വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതാണ്ട് നമ്മൾ ഏകദേശം ആ വള ഫുള്ള് സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞു. അതാണ്ട് എന്താ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വള. വീഡിയോയിൽ എത്രയും വൃത്തിയായിട്ട് കാണുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു വളയാണ് ഇത്. പുറത്ത് നമ്മൾ ഷോപ്പിലൊക്കെ മേടിച്ചാൽ എന്തായാലും ഒരു 30 രൂപ 50 രൂപയൊക്കെ ആകും ഒരു സിംഗിൾ പീസിന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈ 30 രൂപ പോലും ചിലവാകുന്നില്ല. കണ്ടോ നമ്മളങ്ങനെ ലാസ്റ്റ് സ്റ്റോൺ ഒട്ടിച്ച് നമ്മുടെ വള സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പഴയ വളയും പുതിയ വളയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതേ നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേറൊരു വളയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വള നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാം. മറ്റേത് സിമ്പിളായിട്ട് ഒറ്റ കയ്യിലിട്ടുകൊണ്ട് നടക്കാം. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പം ഇതിൻ്റെ മെറ്റീരിയൽസ് വേണ്ടവരും നമുക്ക് കമൻ്റ് ഇട്ടാൽ മതി. ഞാൻ വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റിൽ തരാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിടം വരെ ബൈ. താങ്ക് യു.